ഹായ് കുട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു എഗ് മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിൽ രാത്രി നമുക്ക് മക്രോണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പപ്പണിയും കൂടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് മക്രോണി വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് വെള്ളത്തേക്ക് കുറച്ച് ഉപ്പും ഓയിലും ഇട്ടിട്ട് മക്രോണി ഇട്ടിട്ട് ഒരു 6-7 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും മക്രോണി വെന്ത് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് ഇനിയൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ സവോള ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സവോള ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ കൂടിയിട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ പൗഡർ, ഗരം മസാല ഇത് മാത്രമായിട്ട് ആഡ് ചെയ്യണുള്ളൂ. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് എല്ലാം ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം മക്കളുള്ള കാരണം കൊണ്ട് അവർക്ക് അധികം എരിവ് പറ്റില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുട്ട ഇനി പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട്, കാരണം ഒന്ന് മുട്ട വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഒരു എഗ് ബുർജി മോഡലൊക്കെ ഇല്ലേ, അപ്പോൾ ആ മോഡലൊക്കെ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മക്രോണി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കണത്, കാരണം ഇവർക്ക് അത് ഇഷ്ടം. അത് കാരണം കൊണ്ടാണ് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കുഴഞ്ഞിരിക്കലാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ മുട്ടയ്ക്ക് അധികം വേവണായിട്ട് മുമ്പേ മക്രോണി ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക, അതേപോലെ തന്നെ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി എഗ് മക്രോണി ഇവിടെ റെഡി ആവും കേട്ടോ. ഞാനിവിടെ ടൊമാറ്റോ സോസിൻ്റെ കൂടിയായിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേക്കും ടാറ്റ ബൈ, ലവ് യു ഓൾ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടടാ? സൂപ്പറാ. മുത്തിട്ട് തിരിഞ്ഞെന്ന് മുത്തിട്ട് വീട് കാണാൻ രസമുണ്ട്. മുമ്പ് ആ ചോട്ട മുമ്പയിലല്ലേ തിരിഞ്ഞെന്നടാ. ചോട്ട മുമ്പയിലില്ലേ ഇങ്ങനെ വളഞ്ഞിരിക്കണത്. കഴിച്ചോട്ടാ? എരിവധികില്ലല്ലോ. ഓക്കേ.